പൊന്നു പ്രേക്ഷകരെ വളരെ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോയുടെ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം. രേണു സുധിയുടെ ചേച്ചി കരഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേട്ടാൽ മനഃസാക്ഷിയുള്ള നമുക്കെല്ലാവർക്കും, ഇന്നലെ വരെ നമ്മൾ രേണുവിനെ വിമർശിച്ചു, എല്ലാവർക്കും സങ്കടം തോന്നും. ആ ഒരു വീഡിയോ ദൃശ്യം ഞാൻ വെച്ചു തരാം. ആ ചേച്ചിയോട് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എന്തുകൊണ്ടാണ് ഞാനും ചേച്ചിയെ വിമർശിച്ചതെന്ന് ഞാൻ ആ ചേച്ചിക്ക് ക്ലിയറായി കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പൊന്നു പ്രേക്ഷകരെ. അതായത് ചേച്ചി എല്ലാത്തിനും തെളിവുമായിട്ടാണ് വന്നത്. ഇന്നലെ ഞാനും നിങ്ങളും നമ്മൾ ചർച്ച ചെയ്ത പ്രധാന കാര്യമാണ്, അതായത് ക്യാൻസർ അസുഖം, രേണുവിൻ്റെ സെയിം അസുഖം ബാധിച്ച ഒരു സ്ത്രീ രംഗത്ത് വരികയും ആ സ്ത്രീ പറയുകയും, അതായത് രേണു സുധി കഴിഞ്ഞ ദിവസം ലൈവിൽ പറഞ്ഞത് 2.5 ലക്ഷമാണ് ഒരു ഇഞ്ചക്ഷന് എനിക്ക് ചെലവാകുന്നത് എന്നാണ്. എന്നാൽ രേണുവിൻ്റെ അതേ രോഗം വന്ന മറ്റൊരു സ്ത്രീ വന്ന് പറയുകയാണ്, എനിക്കായത് വെറും 2500 രൂപയാണ്, ഇവർക്ക് എങ്ങനെയാണ് 2.5 ലക്ഷമായത്? അതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പും ബില്ലൊക്കെ വെച്ചിട്ടാണ് ഞാനും നിങ്ങളും ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് അതായത് രേണു സുധിയുടെ ചേച്ചി അവരുടെ ഭാഗം പറയുകയാണ്, അവരുടെ ബില്ല് തെളിവ് സഹിതം പറയുകയാണ്. പിന്നീട് രേണു സുധി കരഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. അതൊക്കെ കേട്ടിട്ട് എനിക്ക് പേഴ്സണലി നല്ല സങ്കടം തോന്നിയിട്ടുണ്ട്. നമുക്ക് അതായത് രേണു സുധിയുടെ ചേച്ചി പറയുന്നത് ഒന്നൊന്നായിട്ട് കേട്ടിട്ട് അതിന് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കാം. എന്തിനാണ് നമ്മൾ രേണുവിനെ വിമർശിച്ചതെന്ന് അവർക്കൊന്ന് ക്ലിയർ ആവണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അതിന് മറുപടി കൊടുക്കുന്നത്. പൊന്നു പ്രേക്ഷകരെ, വീഡിയോയുടെ അവസാന ഭാഗം നമ്മുടെ കിച്ചു, അതായത് ട്രെയിൻ കയറിയിട്ട് ഒരു യാത്ര പോകുന്നുണ്ട്, എങ്ങോട്ടാണെന്ന് ഒന്നും അറിയത്തില്ല. എന്തായാലും ആ ഒരു വീഡിയോ ദൃശ്യം കൂടി ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് ഞാൻ പറയുന്നത് ശരിയെന്ന് തോന്നുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് നന്നായിട്ട് കേട്ടു നോക്കാം. കോളേജിൽ നിന്നാണ് അത് വാങ്ങുന്നത്. അതിന്റെ പ്രൈസ് ബില്ലും ഇതിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയി കൃത്യമായിട്ട് ഈ ബില്ലിൽ കാണുന്നുണ്ട്. ബില്ല് ഒറിജിനൽ ആണ്, സീലുണ്ട്. ഏകദേശം 2-2.5 ലക്ഷം രൂപ വേണം. പൊന്നു രേണു സുധിയുടെ ചേച്ചിയുടെ ഒരു കാര്യം പറയുകയാണ്, രേണുവാണ് ഞങ്ങൾ വിമർശിക്കാൻ കാരണം. അവരല്ലേ ഒരു കാര്യം പറയാം പൊന്നാര ചേച്ചി, ക്യാൻസർ ബാധിച്ച ഒരു സ്ത്രീയുടെ മുടി മൊട്ടയടിക്കുന്നുണ്ട്, സത്യം തന്നെയാണ്. അന്ന് രാത്രി തന്നെ പുതിയ മുടി വെക്കുന്നുണ്ട്. രേണു സുധി നല്ല ഉസിരോട് കൂടി സംസാരിക്കുന്നുണ്ട്. ഇത് കാണുന്ന പ്രേക്ഷകർ നെഗറ്റീവ് പറയില്ലേ? ഇത് കാണുന്ന റിയാക്ഷൻ ബ്ലോഗർമാർ നെഗറ്റീവ് പറയില്ല? അത് തന്നെയാണ് സംഭവിച്ചത്. ഇന്നലെ നിങ്ങളെ വീഡിയോ കണ്ടപ്പോൾ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അണക്ക് കരച്ചിലാണ് വന്നത്. കാരണം എൻ്റെ വീട്ടിലുമുണ്ട് മക്കളും, എൻ്റെ വീട്ടിലുമുണ്ട് എല്ലാവരും. ഈ വീഡിയോ കാണുന്ന നമ്മുടെ വീട്ടിലും നമ്മളും ഒരു മനുഷ്യന്മാരാണ്. ഇവിടെ ഫിക്സ്ഡ് അല്ല, നമ്മൾ ചിലപ്പോൾ നാളെ മരിച്ചു പോകും. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അവരുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നല്ല സങ്കടം തോന്നി. ഒക്കെ നമുക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം. പിന്നെ രേണുവിന് കീമോ കൊടുക്കുന്നത് കാർബോപ്ലാറ്റിൻ എന്ന മെഡിസിനാണ്. അത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഈ ഫെസ്കോ, ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ഈ ആന്റിബോഡി ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഈ ഇഞ്ചക്ഷന്റെ കാര്യമാണ് രേണു പറഞ്ഞത് 2 ലക്ഷത്തി സംതിങ് ആണ് ഇതിന്റെ വിലയെന്ന്. ഓക്കെ, ഞാനും ഗൂഗിളിൽ നോക്കി. ആ ഒരു ബോക്സിന് ഏകദേശം 2.5 ലക്ഷം രൂപയോളം വിലയുണ്ട്. പക്ഷേ ചേച്ചിയോടൊരു കാര്യം പറയാം, പൊന്നു ചേച്ചി, രേണുവിൻ്റെ അതേ അസുഖം വന്ന പേഴ്സൻ്റ് ആണ് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് ബില്ലും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ട് വോയിസ് ഇട്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ വിമർശിച്ചത്. പൊന്നു പ്രേക്ഷകരെ, ക്യാൻസർ എന്ന മഹാരോഗം രേണുവിന് നല്ല ആർക്കും വരരുത്. എത്രയും പെട്ടെന്ന് രേണുവിന് അത് സുഖമാവണം. ഒരു കാര്യം പറയാം, ക്യാൻസറിൻ്റെ പേര് പറഞ്ഞ് ആരെങ്കിലും കള്ളത്തരം കാണിച്ചാൽ അത് തെറ്റല്ലേ? അപ്പോൾ ഞങ്ങളോട് രേണുവിൻ്റെ അതേ അസുഖം ബാധിച്ച ഒരു സ്ത്രീ വന്ന് വോയിസ് ഇട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്കത്രയൊന്നും ആയിട്ടില്ല ചിലവ്, ഇവരെന്തിന് കളവ് പറയുന്നു എന്ന്. അപ്പോൾ പൊന്നു പ്രേക്ഷകരെ, ഞങ്ങൾ വോയിസ് ക്ലിപ്പ് വെച്ചിട്ടാണ്, അപ്പോൾ യൂട്യൂബാണ്, വോയിസ് ക്ലിപ്പ് വെച്ചിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ സ്ത്രീ കള്ളം പറയോ? അതായത് വെറുതെ രേണുവിനെ പഞ്ഞിക്കിടാൻ വേണ്ടിയിട്ട് ആ സ്ത്രീ പച്ചക്കളവ്, അണക്ക് ക്യാൻസർ ചികിത്സിക്കാൻ വെറും 2500 രൂപയായത് രേണു കള്ളം പറയുന്നു എന്ന് ഒരു സ്ത്രീ കള്ളം പറയുന്നുണ്ടെങ്കിൽ ആ സ്ത്രീയും ശിക്ഷിക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇത് രേണുവിന് മൊത്തം പറഞ്ഞേക്കുന്നത് 6 കീമോയാണ്. 6 കീമോ കഴിയുമ്പോൾ സർജറി. ഈ 6 കീമോയ്ക്കും ഈ കീമോ ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു ഇഞ്ചക്ഷനും എടുക്കുന്നുണ്ട്. ഈ ഒരു 2 ലക്ഷത്തി സംതിങ് രൂപയുടെ ഈ ഒരു മെഡിസിൻ, ഇത് വെറും ആയിട്ട് ഞാൻ ഇപ്പോഴും അതാ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ ഒരു മെഡിസിൻ ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇതാണെങ്കിൽ ഇത് 5000 രൂപയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് ഞങ്ങൾക്ക് കിട്ടുന്ന സ്ഥലം നിങ്ങളൊന്ന് പറഞ്ഞു തരിക. ഓക്കെ, ചേച്ചിയുടെ മുഖം കാണുമ്പോൾ എനിക്ക് പേഴ്സണലി എൻ്റെ വീട്ടുകാരെയാണ് ഓർമ്മ വരുന്നത്. പൊന്നു മനുഷ്യന്മാരെ, ഒരു കാര്യം പറയാം, നമ്മുടെ വീട്ടിൽ ഒരു കുട്ടിക്ക് ചെറിയ രീതിയിൽ വീണിട്ടെന്തെങ്കിലും, അതായത് ഒന്ന് കാല് തെറ്റി വീണാൽ നമുക്ക് എത്ര ഒരു വേദന തോന്നുന്നുണ്ട്. അതേ വേദനയാണ് ഈ കുടുംബം അനുഭവിക്കുന്നത്. ഉള്ളതുപോലെ ഞാൻ പറയാം. പക്ഷെ പൊന്നു ചേച്ചി, ഇത്തിരി അടങ്ങിക്കൂടെ ഈ പറയുന്ന രേണു സുധിക്ക്? ഞാൻ അവരെ ഇപ്പോൾ വിമർശിക്കുന്നല്ല, കഴിഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. ഓപ്പണായി കിച്ചുവിനെ ചാലഞ്ച് ചെയ്യുക, ഇതൊക്കെ ശരിയാണോ?
ഇതൊക്കെ കാരണമാണ് എല്ലാവരും ആ ഒരു രോഗം ഉണ്ടോ എന്ന് സംശയിച്ചത് പൊന്നാര ചേച്ചി. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. എന്റെ അനിയത്തിക്ക് വേണ്ടി ഞാനത് എന്റെ ഒരു അപേക്ഷയാണ്. ഇതിപ്പോ ഞാൻ മരിക്കാൻ വേണ്ടി തന്നെ ആഗ്രഹിക്കുന്ന കുറച്ച് പേരും ഈ ഒരു ബ്ലോഗേഴ്സിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്റെ പൊന്നു രേണുസുതിയെ ഒരു കാര്യം പറയാം, നിങ്ങൾ മരിക്കണമെന്ന് ആരും ആഗ്രഹിച്ചിട്ടില്ല രേണുസുതിയെ. അതായത് എന്റെ പൊന്നു രേണുസുതിയോട് ഒരു കാര്യം പറയാം, നമ്മുടെ കേരള പോലീസ് എത്രയോ പ്രതികള് കുറ്റം ചെയ്തവരെന്ന് പറഞ്ഞ് പിടിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ഒരുപക്ഷെ അവർ ഒരു കുറ്റവും ചെയ്യുന്നില്ല. അങ്ങനെ നമുക്ക് ചിലരെ സംശയത്തിന്റെ നിലയിൽ അറസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ആ സ്ഥിതിക്ക് രേണുവേ, നീ വന്ന് പറയുന്നുണ്ട് നിനക്ക് വലിയ ക്യാൻസർ രോഗമെന്ന്. അതിനുശേഷം നീ തന്നെ മുടി വെട്ടുന്നുണ്ട്, മുടി തിരിച്ച് വെക്കുന്നുണ്ട്, എല്ലാ ദിവസവും വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, കിച്ചുവിനെ വിളിക്കുന്നുണ്ട്. ഇത് കാണുന്ന സാധാരണക്കാരായ ക്യാൻസർ ബാധിച്ച സ്ത്രീകൾക്ക് സംശയം തോന്നൂലേ? ഞങ്ങൾ ഓരോരുത്തരും ഓരോ ക്യാൻസർ ബാധിച്ച സ്ത്രീകൾ പറയുന്ന ഓഡിയോ ക്ലിപ്പാണ് പൊന്നു രേണുസുതിയെ വെച്ചത്. അപ്പോൾ നിങ്ങളെങ്ങാനും കള്ളത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളെന്നല്ല ഞാനെന്നല്ല നമ്മൾ ആരെങ്കിലും കള്ളത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ അത് പിടിക്കപ്പെടണം. പക്ഷെ നിങ്ങൾ കള്ളത്തരം കാണിക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഇന്നലത്തെ ഈ വ്ളോഗോട് കൂടി എനക്ക് കാര്യം പിടികിട്ടിയിട്ടുണ്ട്. അസുഖം ഉള്ളതാണ്. ഓക്കെ, അസുഖം ഉണ്ടായിട്ട് രേണു ചെയ്യുന്നത് എല്ലാം ശരിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. കിച്ചിനോട് രേണു ചെയ്തതെല്ലാം ശരിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അസുഖം ഈ സമയത്ത് നമുക്ക് എന്തായാലും അത് വിശ്വസിക്കാം. ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഒരു രോഗം ചെയ്തില്ല, നിങ്ങൾ ആരും എനിക്ക് ഒരു ഉപകാരവും ചെയ്യണ്ട, നിങ്ങൾ ഉപദ്രവിക്കാതിരുന്നാൽ മതി. ഞാൻ എങ്ങനെയും മരുന്നുമായിട്ട് ഞാൻ ജീവിച്ചു പോട്ടെ. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ പൊന്നു പ്രേക്ഷകരെ, ഇത് കേൾക്കുമ്പോൾ എനിക്ക് പേഴ്സണലി നല്ല എൻ്റെ കരൾ കത്തുന്നുണ്ട്. ഉള്ളതുപോലെ പറയണമല്ലോ. നിങ്ങളുടെ അവസ്ഥ എനിക്ക് എന്ത് നടത്തില്ല. ചിലപ്പോൾ എന്നെ വിമർശിച്ചിട്ടായിരിക്കും കമന്റ് ഇടുന്നത്. ഒരു കാര്യം പറയാം, ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരരുത്. സത്യസന്ധമായിട്ട് പറയുകയാണ്, ഇത് ആക്ടിങ് ആണെങ്കിൽ രേണുവെ നിന്നോട് ദൈവം ചോദിക്കും. ഇത് ആക്ടിങ് അല്ലാതെ രേണു സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ പൊന്നു പ്രേക്ഷകരെ, ഇതിങ്ങനെ ഒരു അവസ്ഥ ഒരാൾക്കും വരരുത്. കണ്ണീരോടെയാണ് ഈ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യുന്നത്. നാളെ തൊട്ട് ഞാൻ, അതായത് അടുത്ത കണ്ടന്റ് രേണു റിലേറ്റഡ് ഞാൻ ചെയ്യില്ല എന്നാണ്. പിന്നെ ഈ വിഷയം തുടങ്ങി വെച്ചത് കൊണ്ട് ഇനി എന്തെങ്കിലും വിവാദമായാൽ ഉറപ്പായിട്ടും ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ നീ പൈസ മേടിച്ചു അങ്ങനെയൊക്കെ പറയും. അതുകൊണ്ട് ഇനി പരമാവധി രേണു റിലേറ്റഡായി വീഡിയോ ഇടാതിരിക്കാനാണ് ഞാൻ പേഴ്സണലി ചിന്തിക്കുന്നത്. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഓരോ ക്യാൻസർ പേഷ്യൻസ് വിളിച്ച് സംസാരിക്കുന്നതിന്റെ വോയിസ് റെക്കോർഡ്സുകളൊക്കെ കിടക്കുന്നുണ്ട്. എനിക്ക് അത്രേ ആയുള്ളൂ, അവക്കതായില്ല, എൻ്റെ ക്യാൻസറിന് ഇങ്ങനെയായിരുന്നു, എൻ്റെ ക്യാൻസറിന് കീമോ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇത്ര രൂപയായുള്ളൂ. അത് പറയുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ക്യാൻസർ എന്ന് പറയുന്നത് അത് പല ടൈപ്സ് ഉണ്ട്, പല സ്റ്റേജസ് ഉണ്ട്. രേണുവിൻ്റെ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതിൽ HER2 പോസിറ്റീവാണ് കാണിക്കുന്നത്. അപ്പോൾ HER2 പോസിറ്റീവിന് അത് അതിതീവ്രമായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻസറാണ്. അത് അതിപ്രസരമുള്ള ഒരു ക്യാൻസറുമാണ്. അപ്പോൾ അതിൽ നമ്മൾ നൂതനമായ ചികിത്സാ രീതികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ടാർഗറ്റഡ് തെറാപ്പി. ആ ടാർഗറ്റഡ് തെറാപ്പിയിൽ ഉള്ള ഒരു ഇഞ്ചക്ഷനാണ്. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ഈ ചേച്ചിയെ കാണുമ്പോൾ നല്ലോണം വിഷമം തോന്നുന്നുണ്ട്. ഇവർ പറഞ്ഞതും ശരി തന്നെയാണ്. അതായത് വിവിധ രോഗങ്ങൾ പല പേരിൽ പല രീതിയിലുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപക്ഷെ ഞങ്ങൾക്ക് അയച്ചു തന്ന ആ സ്ത്രീകളുടെ രോഗം ചിലപ്പോൾ ചെറുതായിരിക്കും, പല ടൈപ്പിലുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ രേണുവിന് അസുഖമുണ്ട് എന്ന് കൺഫേം ആവുന്നുണ്ട്. ആ രേണുവിൻ്റെ കോലം കണ്ടാൽ കൺഫേം ആവുന്നുണ്ട് പൊന്നു പ്രേക്ഷകരെ. കരച്ചിൽ വരുന്നുണ്ട്. ഞാനിത് ആക്ട് ചെയ്യുന്നതല്ല, ഞാൻ രേണുവിനെ വിമർശിച്ച ഒരാളാണ്, ഇഷ്ടം പോലെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഉള്ളതുപോലെ പറയണം. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അവരുടെ കോലം കാണുമ്പോൾ എനിക്ക് പേഴ്സണലി സങ്കടം തോന്നി. ഒന്നുമില്ല, അതായത് കാണാൻ ഒന്നുമില്ല. അവർക്ക് ക്യാൻസർ തന്നെയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ദൈവമേ അങ്ങനെയുള്ള മഹാരോഗം ഞങ്ങൾക്കാർക്കും നീ തരല്ലേ ദൈവമേ. ഈ രേണു എന്ന ഈ സ്ത്രീക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു രോഗം നീ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കി കൊടുക്കണേ, ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബാക്കി കേട്ട് നോക്കാം. അത് എൻ്റെ രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടുകാർ എനിക്കിപ്പോൾ ഫോൺ തരാറില്ല. അപ്പം നിങ്ങൾ ഇതിനെപ്പറ്റി കേട്ടപ്പോൾ തന്നെ എൻ്റെ ചേച്ചി അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് സംസാരിച്ചു. അപ്പം നിങ്ങൾ കുറച്ച് പേരുടെ ഉപകാരം ചെയ്തതിൽ ഉപദ്രവിക്കാതിരിക്കുക. രേണുവിനോട് ഒരു കാര്യം പറയാം പൊന്നു രേണുവേ, അതായത് നീ ഒന്ന് പോസിറ്റീവായി ചിന്തിക്കണം രേണുവേ. ഇപ്പോൾ ഒരാള് ക്യാൻസർ രോഗമെന്ന് പറയുന്നു രേണുവേ, എന്നിട്ട് 24 മണിക്കൂറും വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് രേണുവേ, മുടി വെക്കുന്നുണ്ട് രേണുവേ. വേറെ ക്യാൻസർ രോഗികൾ പറയുന്നുണ്ട് ഇതെങ്ങനെയാണ് ഇവർക്ക് സാധിക്കുന്നത്. അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ വോയിസ് ക്ലിപ്പിലൊക്കെ അവരുടെ അനുഭവം പറയുമ്പോൾ ആരായാലും സംശയിക്കൂല രേണുവേ. പക്ഷേ നിനക്ക് ചിലപ്പോൾ ദൈവം നല്ല കരുത്ത് തന്നിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും നീ വ്ളോഗ് ഇടുന്നത്. ഓക്കെ, ഞാൻ എന്തായാലും ഇനി ഇവരെ വിമർശിക്കാൻ ഞാൻ വരുന്നില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ കീമോ കഴിഞ്ഞിട്ട് നല്ല ക്ഷീണത്തിൽ കിടക്കുകയാണ്. നിങ്ങൾക്ക് അറിയാലോ കഴിഞ്ഞ പ്രാവശ്യത്തെ കീമോ കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയായിരുന്നു.
സോ അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി ചേച്ചി സംസാരിക്കുന്നതായിരിക്കും. അപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നോ ഇതിൽ സംസാരിക്കണമെന്നോ ഒരിക്കലും ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല. പക്ഷേ 2-3 ദിവസമായിട്ട് ചില വ്ളോഗേഴ്സ് രേണുവിന് കൊടുക്കുന്ന ഇഞ്ചക്ഷൻസിനെ കുറിച്ച് സമൂഹത്തിൽ തെറ്റായ കുറേ ധാരണകൾ അവർക്ക് സമൂഹ മാധ്യമത്തിൽ കൂടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അതിന് ഈ 2 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷൻ രേണുവിന് മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റോ അവിടെ നിന്ന് എങ്ങനെയാണ് ഈ 2 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷൻ എങ്ങനെയാകുന്നു? ഓക്കെ ഈ പൊന്നു ചേച്ചിയോട് ഒരു കാര്യം പറയുകയാണ്. ചേച്ചി ഇങ്ങനൊരു വീഡിയോവുമായി വന്നത് നന്നായി. അതായത് രേണുവിനെ സഹായിച്ച എത്രയോ പേരുണ്ട് പൊന്നു പ്രേക്ഷകരെ. അപ്പൊ അവരൊക്കെ വിചാരിച്ച തട്ടിപ്പെന്നാണ് സ്വാഭാവികമായിട്ടും വിചാരിക്കും. അതായത് എൻ്റെ ഒരു ചാനലിൽ നിന്നല്ല, ഒരു ഏകദേശം 1000-ലധികം ചാനൽ, ഇൻസ്റ്റഗ്രാം, ഈ ഫേസ്ബുക്ക് ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു 1000-കണക്കിന് ചാനലിൽ നിന്നാണ് വോയിസ് വരുന്നത്. ക്യാൻസർ ബാധിച്ച സ്ത്രീകളാണ് രംഗത്ത് വരുന്നത്. അവൾക്ക് രേണുവിന് മാത്രം എങ്ങനെയാണ് 2.5 ലക്ഷം ആവുന്നത്, ഞങ്ങൾക്ക് 5000-2000 രൂപയിലായല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എല്ലാവരും വിചാരിച്ചിരുന്നു, രേണുവിനെ സഹായിച്ചവരും അല്ലാത്തവരും എല്ലാവരും മൊത്തത്തിൽ വിചാരിച്ചിരുന്നു രേണു സുധി കാണിച്ചത്, അതായത് തട്ടിപ്പ് നടത്തിയതെന്നാണ്, കളവ് പറഞ്ഞത്, പൈസയ്ക്ക് വേണ്ടി കളവ് പറഞ്ഞതെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ ചേച്ചി ഇന്ന് വന്നതോടുകൂടി എല്ലാം അങ്ങ് ശരിയായി. ഓക്കെ നമുക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം. കീമോയ്ക്ക് അത്രയും മെഡിസിന് അത്ര വിലയാകുന്നില്ല. പിന്നെ കുറേ ക്യാൻസർ വന്ന ക്യാൻസർ പേഷ്യൻസിൻ്റെ വോയിസും എടുത്തിട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ അവർ സംസാരിക്കുന്നുണ്ട് അവർക്ക് ഈ മെഡിസിൻ 5000 രൂപയ്ക്ക് കിട്ടിയെന്നും, പിന്നെ ഞാനും ക്യാൻസർ പേഷ്യൻ്റാണ്, എനിക്ക് അത്രയും മെഡിസിന് വിലയായിട്ടില്ല, രേണുവിന് രേണു ഇത് രോഗം വരെ കള്ളത്തരമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ഒരു കാര്യം പറയാം, ഇനി നമ്മൾ വേണ്ട, അതായത് രേണു നല്ല രീതിയിൽ തിരിച്ചു വരട്ടെ, അതിന് ശേഷം ബാക്കി പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതായത് ഇനി രേണുവിനെ കുറ്റം പറയാൻ ഞാനില്ല, എനിക്ക് പേടിയാവുന്നുണ്ട് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ പൊന്നു മനുഷ്യന്മാരെ. അതായത് ഈ ഒരു ചേച്ചിയുടെ വാക്ക് കേൾക്കുമ്പോൾ നല്ലോണം പേടി തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ്, വേറൊന്നുമല്ല, രേണുസുധി കിച്ചനോട് ചെയ്തൊക്കെ പുണ്യാളം ഒന്നും ഞാൻ പറയുന്നില്ല, അത് തെറ്റ് തന്നെയാണ്. പക്ഷേ ആ തെറ്റ് ഇനി ഞാൻ ചൂണ്ടിക്കാണിക്കുന്നില്ല. എന്തായാലും അവർക്ക് അസുഖമുള്ളതൊന്ന് കൺഫേമായി, എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായി, അതുകൊണ്ടാണ് ഞാനൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തത്. ഓക്കെ നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ മെഡിസിൻ്റെ കാര്യത്തെക്കുറിച്ചും തെറ്റായി നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, അവർക്ക് പോലും തെറ്റായ ഒരു സന്ദേശമാണ് ഇവർ ഇതിൽ കൂടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മളിപ്പോൾ ഈ ബ്ലോഗേഴ്സിനെ ബോധിപ്പിക്കാൻ ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. ഞാൻ പറഞ്ഞല്ലോ, അവളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര്, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അവളുടെ രോഗം എത്രയും വേഗം ഭേദമാകാൻ വഴിപാട് കഴിക്കുന്ന ഒരുപാട് ആൾക്കാർ, നേർച്ച നേരുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി മാത്രമാണ്, അവർക്കൊന്നും ഇതൊന്നും സത്യാവസ്ഥ ബോധ്യമാകണം, അതിനുവേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത്. ചേച്ചിയോട് ഒരു കാര്യം പറയാം, പൊന്നു ചേച്ചി, എൻ്റെ വീഡിയോ കാണുന്ന കുറേ പേരുണ്ട്, ചിലർ രോഗികളാണ്. അങ്ങനെ രോഗികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദൈവമേ അവരുടെ രോഗം എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കി കൊടുക്കണേ ദൈവമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എന്നാലും ചേച്ചിയോട് ഒരു കാര്യം പറയുകയാണ്, പൊന്നു ചേച്ചി, ഞങ്ങളെ ഡെയിലി വീഡിയോ കാണുന്ന ഒരു ചേച്ചി വോയിസ് ഇട്ട് പറയുകയാണ്, അതായത് മോനെ എനക്കും അതേ അസുഖം വന്നിട്ടുണ്ട്, പക്ഷേ അവരെ പോലെയല്ല, അവർ കള്ളം പറയുന്നതാണെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞ് ഒരു ചേച്ചി ഞങ്ങൾക്ക് വോയിസ് ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കത് റിയാക്ട് ചെയ്യേണ്ടി വരും. രേണുവിൻ്റെ ഭാഗം ശരിയുണ്ടോ തെറ്റുണ്ടോ നമുക്ക് സംശയം. ഇപ്പോൾ ഞങ്ങൾ റിയാക്ട് ചെയ്തത് കൊണ്ടാണ് ഈ സത്യം ഇപ്പോൾ പുറത്ത് വന്നത്. ഇല്ലെങ്കിൽ ഏകദേശം 80%-90% വരുന്ന എല്ലാവരും വിചാരിച്ചത് രേണു ചിലപ്പോൾ ഈ ക്യാൻസർ തന്നെ ഇല്ല, ഈ പറയുന്ന സെഫീന ബിവിയുടെ ചാനലിൽ നിന്ന് വരുന്നുണ്ട്, സ്വർണം കട്ട കേസിൽ, അതായത് സ്വർണം കടത്തിയ കേസിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നമ്മുടെ ഈ പറയുന്ന രേണു സുധി ക്യാൻസർ ബാധിച്ചു എന്ന് അഭിനയിക്കുന്നത് എന്ന് അവരൊക്കെ എല്ലാവരും പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേര് വിചാരിച്ചത് അങ്ങനെ ഒരു രോഗമേ ഇല്ല എന്നാണ്. ഞങ്ങളൊക്കെ എടുത്തിട്ട് അത് റിയാക്ട് ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഈ സത്യം അറിയുന്നത്, രോഗമുണ്ടെന്ന് കൺഫേം ആവുന്നത്. ബാക്കിയും കൂടി കേട്ടുനോക്കാം. രേണുവിന്റെ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതിൽ HER2 പോസിറ്റീവ് ആണ് കാണിക്കുന്നത്. അപ്പോൾ HER2 പോസിറ്റീവിന് അത് അതിതീവ്രമായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻസറാണ്. അത് അതിപ്രസരമുള്ള ഒരു ക്യാൻസറുമാണ്. അപ്പോൾ അതിൽ നമ്മൾ നൂതനമായ ചികിത്സാ രീതികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ടാർഗറ്റഡ് തെറാപ്പി. ആ ടാർഗറ്റഡ് തെറാപ്പിയിൽ ഉള്ള ഒരു ഇഞ്ചക്ഷനാണ് ഫെസ്കോ 600 mg. ഈ ഒരു ഇഞ്ചക്ഷനാണ്, കാരണം ഇത് ഓരോ കീമോ ചെയ്യുമ്പോഴും കീമോയ്ക്ക് മുൻപായിട്ട് ഈ ഒരു ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഇഞ്ചക്ഷൻ നമ്മളത് വാങ്ങുന്നത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് വാങ്ങുന്നത്. അതിൻ്റെ പ്രൈസ് ബില്ലും ഇതിൽ എഴുതിയിട്ടുണ്ട്.
ഓക്കെ, ക്ലിയറായി കൃത്യമായിട്ട് എവിടെ നിന്ന് മേടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ബില്ലും കാര്യങ്ങളൊക്കെ ഇവർ പുറത്ത് വിടുന്നുണ്ട്. ഇത് നന്നായി തന്നെ. ഇപ്പോൾ കുറേ പേര് കമന്റ് ഇടുന്നത് എന്തിനാണ് നിങ്ങൾ നാട്ടുകാർ ഇത് കാണിക്കുന്നത് എന്നാണ്. അത് കാണിക്കണം. കാരണം പൊന്നു മനുഷ്യന്മാരെ, ഒരു നിങ്ങൾ കാണുന്നത് പോലെ എൻ്റെയോ അതിൽ വ്ളോഗ്സിൻ്റെയോ അല്ലെങ്കിൽ സന്ദീപിൻ്റെയോ ചാനലിൽ കാണുന്നത് പോലെയല്ല. അതായത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചാനലുകളിൽ നിന്ന്, ചെറിയ ചെറിയ ചാനലുകളിൽ നിന്നും ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ആയിട്ടും കുറേ വാർത്ത പോകുന്നുണ്ട്. അതായത് രേണുവിന് ക്യാൻസർ ഇല്ല, പച്ചക്കളവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാത്തിനും നന്നായി. അവർ അപ്ലോഡ് ചെയ്തത് കൊണ്ട് അവർ സത്യം കേരളം അറിഞ്ഞു. ഇനി മേളിൽ അതായത് രേണു സുധി കിച്ചുവിനെ വിമർശിക്കാതെ, അതായത് കിച്ചുവിനെ തെറി വിളിച്ചു വന്നാൽ നമുക്ക് എന്തായാലും സ്വാഭാവികമായിട്ടും സംസാരിക്കേണ്ടി വരുന്നുണ്ട്. കാരണം ആ പയ്യനും ആരോരുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിലവിലെ സാഹചര്യത്തിൽ രേണുവിന്റെ ഭാഗമാണ് ശരിയുള്ളത്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. പിന്നെ രേണുവിന് കീമോ കൊടുക്കുന്നത് കാർബോപ്ലാറ്റിൻ എന്ന മെഡിസിനാണ്. അത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഈ ഫെസ്കോ ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ഈ ആൻറ്റിബോഡി ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഈ ഇഞ്ചക്ഷൻ്റെ കാര്യമാണ് രേണു പറഞ്ഞത് 2 ലക്ഷത്തി സംതിങ് ആണ് ഇതിൻ്റെ വിലയെന്ന്. ഇത് രേണുവിന് മൊത്തം പറഞ്ഞേക്കുന്നത് 6 കീമോയാണ്. 6 കീമോ കഴിയുമ്പോൾ സർജറി. ഈ 6 കീമോയ്ക്കും ഈ കീമോ ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു ഇഞ്ചക്ഷനും എടുക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ഇന്നും അവർ പറയുന്നത് കേട്ടു ഈ ഇഞ്ചക്ഷൻ 5000 രൂപയ്ക്ക് കിട്ടുമെന്ന്. എവിടാണ് ഈ 5000 രൂപയ്ക്ക് ഇഞ്ചക്ഷൻ കിട്ടുമെന്ന് അതൊന്ന് അറിയിക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അത് ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും. ഈ ഒരു ഇഞ്ചക്ഷൻ 5000 രൂപയ്ക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ. അല്ല, ഒരു കാര്യം പറയാം, ഇവരുടെ മുഖം കാണുമ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പാവുന്നുണ്ട്. നല്ല രീതിയിൽ സങ്കടമുണ്ട്. എൻ്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങളെ കാല് ഞാൻ പിടിക്കാൻ. ചിലപ്പോൾ എന്നെ തെറി വിളിക്കുന്നവരൊക്കെ ഉണ്ടാവും. ഞാനൊരു കാര്യം പറയാം, നമുക്ക് വേണ്ട, ഇനി വേണ്ട ഈ കുടുംബം. ആ കുടുംബം എങ്ങനെ വേണമെങ്കിൽ ജീവിച്ചോട്ടെ. ഞാൻ ഈ പ്രശ്നം തുടങ്ങി വെച്ച ഒരാൾ എന്ന രീതിയിൽ ഞാൻ, അതായത് രേണു സുധി റിലേറ്റഡ് ആയി സംസാരിക്കുന്ന ഒരാളെയല്ല ഞാൻ. പൊളിറ്റിക്സ് ആണ് എൻ്റെ മെയിൻ കണ്ടന്റ്, ബിഗ് ബോസും പൊളിറ്റിക്സും. ഈ അടുത്തിട്ട് ഒരു 7-8 വീഡിയോ ഞാൻ രേണുവിൻ്റെ അതായത് ഒരു വിഷയം തുടങ്ങിയാൽ അത് തന്നെയല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. പക്ഷെ പൊന്നു പ്രേക്ഷകരെ, ഇനി ഞാനൊരു കാര്യം പറയുകയാണ്. അവരുടെ പാട്ടിന് പോട്ടെ എന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. എനിക്ക് കണ്ടിട്ട് സങ്കടം തോന്നിയത് കൊണ്ടാണ്. കിച്ചിനോട് ഒരു വെറുപ്പും ഇല്ല, കിച്ചിനോട് സ്നേഹം മാത്രമാണ്. ഇനിയും കിച്ചുവിന് സപ്പോർട്ടായി സംസാരിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇനി രേണുവിനെ ഞാൻ തൽക്കാലം വിടുകയാണ്. പൊന്നു മനുഷ്യന്മാരെ, വളരെ വളരെ സങ്കടത്തോടാണ് ഈ വീഡിയോ തന്നെ റിയാക്ട് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. പിന്നെ അതിനകത്ത് ഓരോ ക്യാൻസർ പേഷ്യൻസ് വിളിച്ച് സംസാരിക്കുന്നതിൻ്റെ വോയിസ് റെക്കോർഡ്സുകളൊക്കെ കിടക്കുന്നുണ്ട്. എനിക്ക് അത്രേ ആയുള്ളൂ, അവക്കതായില്ല, എൻ്റെ ക്യാൻസറിന് ഇങ്ങനെയായിരുന്നു, എൻ്റെ ക്യാൻസറിന് കീമോ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇത്ര രൂപയായുള്ളൂ. അത് പറയുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ക്യാൻസർ എന്ന് പറയുന്നത് അത് പല ടൈപ്സ് ഉണ്ട്, പല സ്റ്റേജസ് ഉണ്ട്. അതിന് ട്രീറ്റ്മെൻറ്റ് പല ടൈപ്പാണ്. ഇപ്പോൾ HER2 പോസിറ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ആൻറ്റിബോഡി ടാർഗറ്റ് തെറാപ്പി ഇവക്ക് കൊടുക്കേണ്ട വരുന്നത്. ഈ HER2 പോസിറ്റീവ് അല്ലാതെ HER2 നെഗറ്റീവായ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് ഈ കീമോയുടെ മാത്രം ആവശ്യമുള്ളൂ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ മെഡിസിൻ ഇതാണ്. നിങ്ങൾ പറയുന്നുണ്ട് കീമോ, ഇതാണ് രേണുവിന് എടുക്കുന്ന കീമോ മെഡിസിൻ. ഇതിൻ്റെ വില അതേണ്ട, നിങ്ങൾ കണ്ടോ? ഇതാണ് കീമോ എടുക്കുന്ന മെഡിസിൻ. ഇത് അതല്ല, ആ മെഡിസിൻ അല്ല. നിങ്ങൾ പറയുന്ന പോലെ പെയിൻ കില്ലറോ രേണു കള്ളത്തരം പറഞ്ഞിട്ടുണ്ടാകുന്ന അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ അല്ല ഇത്. ഇത് ടാർഗറ്റഡ് തെറാപ്പിക്ക് കൊടുക്കുന്ന ടാർഗറ്റഡ് തെറാപ്പി, അതിനുള്ള ആൻറ്റിബോഡി ഇഞ്ചക്ഷനാണിത്. ഇതിന്റെ വിലയുടെ കാര്യമാണ് രേണു പറഞ്ഞത്. ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് അറിയില്ല. എന്താ അല്ലേ, ചേച്ചിയെ കാണുമ്പോൾ നല്ലോണം സങ്കടം തോന്നുന്നുണ്ട്. പൊന്നു പ്രേക്ഷകരോട് വീണ്ടും ഒരു കാര്യം പറയാം. ഞാൻ ഈ കുടുംബത്തെ എടുത്ത് റിയാക്ട് ചെയ്തത്, ഞാൻ പഞ്ഞിക്കിട്ടിട്ടുണ്ട്, ഞാൻ പുണ്യാളനെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അത് കിച്ചുവിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രം. രേണു, അതായത് ഇന്നലെയും രേണു എന്താ പറഞ്ഞത്, ഞാൻ മരിച്ചാൽ എൻ്റെ ഈ കിച്ചു, ഈ പറയുന്ന രിതപ്പനെ കിച്ചു നോക്കണ്ട എന്ന്. അത് നമുക്ക്, അതായത് ഒരാണ് എന്ന നിലയിൽ പൊന്നു മനുഷ്യന്മാരെ, ഒറ്റപ്പെടൽ എന്തെന്ന് ഞാനും അനുഭവിച്ച ഒരാളാണ്. ആ പാവം കിച്ചുവിന് ആരുമില്ല. അതുകൊണ്ടാണ് കിച്ചുവിന് സംസാരിച്ചത്. ഇനിയും കിച്ചുവിന് വേണ്ടി സംസാരിക്കുക തന്നെ ചെയ്യും. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു വന്നത് രേണുവിൻ്റെ ഈ അസുഖത്തെയും രേണുവിൻ്റെ കുടുംബത്തെയും ടാർഗറ്റ് ചെയ്തതല്ല. കിച്ചുവിനൊരു ആപത്ത് സംഭവിക്കുമ്പോൾ നമുക്ക് രേണുവിനെതിരെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് രേണു എന്ന ക്യാൻസറിനോ രേണു എന്ന പേരിനോ ഒന്നുമല്ല, രേണു എന്ന ക്യാരക്ടറിന് മാത്രമാണ്. നമുക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം. പിന്നെ ക്യാൻസർ വരുന്നത് ക്യാൻസർ പേഷ്യൻസ് തന്നെയാണോ അതിൽ വോയിസ് അയച്ചേക്കുന്നതും എനിക്കറിയില്ല. ഈ ഇഞ്ചക്ഷന്റെ കാര്യം നിങ്ങൾ പറയുന്ന പോലെ പെയിൻ കില്ലറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 5000 രൂപ കിട്ടിയ മെഡിസിനോ അതാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആ നിങ്ങൾ പറഞ്ഞ മെഡിസിൻ ആണോ ഇതെന്ന് നിങ്ങൾ കൺഫേം ചെയ്തിട്ടാണോ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നെന്ന് എനിക്കറിയില്ല.
പിന്നെ അതിനകത്ത് കുറേ ക്യാൻസർ പേഷ്യൻസ് ആരൊക്കെയോ അവരുടെ വോയിസ് ഒക്കെ നിങ്ങൾ എടുത്തിട്ടിട്ടുണ്ട്. അതിനകത്ത് ആ വോയിസ് പറയുന്ന ഒരു ആളുണ്ടല്ലോ, ആ ചേച്ചിയോടാണ് എനിക്ക് പറയാനുള്ളത്. അതിനകത്ത് ചേച്ചി പറയുന്നുണ്ടല്ലോ, എനിക്ക് അത്രേ ആയുള്ളൂ, എനിക്കും ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ്. ചേച്ചിയുടെ ആ ട്രീറ്റ്മെന്റ് റെക്കോർഡ്സും അതിന്റെ രേഖകളെല്ലാം ചേച്ചിയുടെ കയ്യിലുണ്ടല്ലോ. ചേച്ചിക്ക് അത് അറിയാമായിരിക്കുമല്ലോ. ചേച്ചി അത് വായിച്ചു നോക്കില്ലേ? ചേച്ചിയുടെ വീട്ടിലുള്ളവർക്ക് അത് അറിയാം. ചേച്ചി ഒന്ന് നോക്ക്, അതിൽ ചേച്ചിയുടെ ക്യാൻസർ ഏത് ടൈപ്പാണ്, ഏത് സ്റ്റേജ് ആണ്, അതിൽ HER2 പോസിറ്റീവ് ആണോ അതോ നെഗറ്റീവ് ആണോ? ഓക്കെ, ഷെഫീന ബീവിയോട് ഒരു കാര്യം പറയുകയാണ് പൊന്നു പ്രേക്ഷകരെ. എൻ്റെ ഫേസ്ബുക്കിൻ്റെ, അതായത് ഞാൻ ഇൻസ്റ്റഗ്രാം അങ്ങനെ നോക്കത്തൊന്നുമില്ല, എൻ്റെ ഫേസ്ബുക്കിൽ ഇഷ്ടംപോലെ വോയിസ് വരലുണ്ട്. ഞാൻ നിങ്ങൾക്ക് ചെറിയ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. അതായത് രേണു സുധി സ്വർണം കടത്തി എന്ന് പറഞ്ഞിട്ടും അങ്ങനെ കുറേ ഇഷ്ടംപോലെ വോയിസ് വരുന്നുണ്ട്. ഷെഫീന ബീവി അങ്ങനെയുള്ള വോയിസ് ഒക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അതായത് അത് പുറത്തിടുന്നു എന്നാണ്. പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. ഒരു കാര്യം പറയാം, നമുക്ക് മെസ്സേജ് അയച്ചു തരാൻ കുറേ പേരുണ്ട്. രേണു സുധി വലിയ പുണ്യാളത്തി ഒന്നും പറയുന്നില്ല, എന്നാലും പറയുകയാണ്. കുറേ പേര് മെസ്സേജ് അയച്ചു തരാൻ ഇഷ്ടം പോലെ പേരുണ്ട്. എൻ്റെ ഒരു നമ്പർ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ കണക്ക് വിളിച്ചിട്ട് രേണുവിൻ്റെ കുറ്റമോ അല്ലെങ്കിൽ രേണു ചെയ്ത തെമ്മാടിത്തരം ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും പറയാൻ ഇഷ്ടം പോലെ പേരുണ്ട്. അതുകൊണ്ടൊരു കാര്യം പറയാം, വോയിസ് ക്ലിപ്പ് ആർക്കും വോയിസ് ഒക്കെ ഇടാം. പക്ഷേ ഞാൻ രേണുവിനെ വിമർശിച്ചത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ, അതായത് ബില്ല് വെച്ചിട്ടാണ്. അതായത് ഒരു ക്യാൻസർ പേഷ്യൻ്റ് പറയുകയാണ് 5000 കണക്കായി, രേണുവിന് 2500 രേണുവിന് 2.5 ലക്ഷം എങ്ങനെയായി, എനക്ക് അതേ ബില്ല് ഈ പറഞ്ഞ 5000 എന്ന് പറയുന്ന ബില്ല് വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. പക്ഷേ അതിന് ചേച്ചി പറയുന്നുണ്ടത് പല പേരിലും ഒരു ക്യാൻസർ പല വിധത്തിലും ഉണ്ടെന്ന് അവിടെ ചേച്ചി പറഞ്ഞപ്പോൾ ഷെഫീന ബീവിയോട് പറയാനുള്ളത്, കുറേ പേര് മെസ്സേജ് അയക്കാനുണ്ടാവും, അതൊന്നും നമ്മൾ ഈ സമയത്ത് കൊണ്ടുവന്ന് സൈഡിൽ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ വെക്കുകയാണെങ്കിൽ അണക്കൊരു ദിവസം വേണം 20 കൗണ്ടന്റ് വേണമെങ്കിൽ അത്രയും മെസ്സേജ് ഉണ്ട്. ഒരു വോയിസ് ക്ലിപ്പ് 4 മിനിറ്റിന്റെ വോയിസ് ക്ലിപ്പാണ്. നല്ലൊരു തമ്മിൽ വെച്ചിട്ട് ആ ഒരൊറ്റ വോയിസ് ക്ലിപ്പ് വെച്ചാൽ കണക്ക് ഡോളർ കയറും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇനി നമ്മൾ അവരെ വെറുതെ വരുമെന്നാണ്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇതൊക്കെ രേണുവിന് ഇത്രയും സംഭവങ്ങൾ, ഇതാണ് രേണുവിന്റെ ക്യാൻസറിന്റെ ടൈപ്പ്. ആ ടൈപ്പ് തന്നെയാണോ ചേച്ചിക്ക് ഉണ്ടായെന്ന് ചേച്ചി ഒന്ന് നോക്കുക. എന്നിട്ട് വേണം ചേച്ചി പറയാൻ ചേച്ചിക്ക് ആയ മെഡിസിന്റെ വില തന്നെയാണോ രേണുവിനും ആകുന്നത്, ചേച്ചിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണോ രേണുവിനും കൊടുക്കുന്നതെന്ന്. രേണു ഹോസ്പിറ്റലായിരുന്നു എന്ന് കള്ളത്തരം പറയുന്നു, അവള് ഹോസ്പിറ്റലല്ലായിരുന്നു, അത് കെട്ടിച്ചമച്ച കഥയാണ് എന്നൊക്കെ പറയുന്നവരും ഉണ്ട്. അവരോട് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഈ ഒരു ക്യാൻസർ വന്ന് അതിലെ സ്റ്റേജ് ഇവളുടെ ആ ഒരു സ്റ്റേജ് ആയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളവർ ഇത് പറയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഓരോ കീമോ ചെയ്ത് കഴിയുമ്പോഴും അവരുടെ കൗണ്ട് കുറയുന്നു, പിന്നെ വോമിറ്റിങ്, ലൂസ് മോഷൻ, അങ്ങനെയുള്ള ഓരോ അതിൻ്റെ സൈഡ് എഫക്ട്സുകളും വരുമ്പോൾ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ അവർ ICUലാകും. പിന്നെ അത് കഴിഞ്ഞ് അതിൽ നിന്ന് റിക്കവറായി വന്നു കഴിയുമ്പം അടുത്ത കീമോയുടെ ടൈം ആകും. ഓക്കെ, ഈ പറയുന്നത് ശരി തന്നെയാണ്. പൊന്നു ചേച്ചിയോട് വീണ്ടും ഒരു കാര്യം പറയാം, ഞങ്ങളല്ല തുടക്കിയത്, നിങ്ങളല്ലേ. രേണു സുധി തന്നെയാണ് എല്ലാത്തിനും കാരണം. അവർക്ക് ഒന്നാമത് വർത്താനം പറയാൻ അറിയത്തില്ല, അവരെന്തൊക്കെയോ പറയും, അതിൽ നല്ല തെറ്റുണ്ടാവും. പക്ഷെ ആ തെറ്റ് സ്വാഭാവികമായിട്ടും ചൂണ്ടിക്കാണിക്കപ്പെടും. അതിപ്പോൾ രേണു സുധി ആണെങ്കിലും എത്ര വലിയ സെലിബ്രിറ്റി ആരാണെങ്കിലും. ഇന്നലെ കണ്ടില്ലേ മറ്റേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ രവി പറയുന്ന കിച്ചു ഇരുതപ്പനെ നോക്കണ്ട, അതൊക്കെ പറയണ്ട, എന്ത് ആവശ്യമാണുള്ളത്? സോഷ്യൽ മീഡിയയെ പറ്റി ചേച്ചിക്ക് കൂടുതലായിട്ട് അറിയുമെന്ന് എനിക്കറിയത്തില്ല. ദയവായിട്ട് ചേച്ചിയോടൊരു കാര്യം പറയാം, രേണുവിനോടൊന്ന് പറയണം. അതായത് സോഷ്യൽ മീഡിയ ആണ്, ഇവിടെ അങ്ങനെയൊന്നും പറയണ്ട. അതായത് കിച്ചുവിനെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. ഒന്നാമത് സുധിച്ചേട്ടൻ മരിച്ചത് അങ്ങനെയാണ്. അതിനുശേഷം ഈ പാവപ്പെട്ട ഈ കിച്ചു തന്നെ അവൻ്റെ ലൈഫ് സ്റ്റോറി കേട്ടതല്ലേ, ചേച്ചി കേട്ടിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പയ്യനെ കുറിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ജനങ്ങൾ രേണുവിനെ എതിർക്കുക തന്നെ ചെയ്യും പൊന്നു ചേച്ചി. ഓക്കെ, എന്തായാലും ആ ഒരു അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇനിയും റിയാക്ട് ചെയ്യുകയാണെങ്കിൽ കുറേയുണ്ട്. തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. പൊന്നു പ്രേക്ഷകരോട് ഒരൊറ്റ കാര്യം പറയുകയാണ്, ഞാനിനി അതായത് ഇതിപ്പോൾ പൊളിക്കുകയാണെങ്കിൽ ഈ ബില്ല് രേണുവിൻ്റെ, അതായത് ഈ ചേച്ചി കാണിച്ച ബില്ല് പക്കാ ഫേക്കാണ് എന്ന് ആരെങ്കിലും അതിന് മർമ്മമായിട്ടുള്ള തെളിവൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഇല്ലെങ്കിൽ ഇനി ഞാൻ രേണു സുധി റിലേറ്റഡ് ആയിട്ട് ഒരൊറ്റ വീഡിയോ പോലും അപ്ലോഡ് ചെയ്യത്തില്ല. കിച്ചു സംബന്ധിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യും. അതായത് കിച്ചുവിന് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിക്കുകയാണെങ്കിലോ ഇതേ രേണു സുധി നാളെ എഴുന്നേറ്റിട്ട് കിച്ചുവിനെ തെറി വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ അതിനെ വിമർശിക്കും. അല്ലാതെ രേണു വിഷയം ഞാൻ നിർത്തി. പൊന്നു പ്രേക്ഷകരെ, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ കരച്ചിലാണ് വന്നത്.
സത്യത്തിൽ കരച്ചിലാണ് വന്നത്. അങ്ങനെ ഒരു അവസ്ഥ രേണുവിനെന്നല്ല ലോകത്താർക്കും വരരുത്. അവരുടെ കുടുംബത്തിന് എത്രയും പെട്ടെന്ന് ദൈവമേ നീ നല്ലൊരു ഇത് കൊടുക്കണേ, അതുപോലെ തന്നെ കിച്ചുവിനും നീ നല്ലൊരു മനസമാധാനം കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ ബൈ.